ദീർഘദൂര യാത്രക്കാർക്ക് പ്രീമിയം നിലവാരത്തിലുള്ള യാത്രാനുഭവം ഒരുക്കുന്ന KSRTCയുടെ വോൾവോ സർവീസിന് വൻ ഡിമാൻഡ്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചുമാണ് സർവീസുകൾ. 671 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. തിങ്കൾ മുതൽ വെള്ളി വരെ സർവീസ് ഉണ്ടായിരിക്കും. യാത്രക്കാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സുഖകരവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കുന്നതിനായി നിരവധി പ്രത്യേക സൗകര്യങ്ങൾ ബസ്സിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വിമാനത്തിലെ എയർ ഹോസ്റ്റസിന് സമാനമായ രീതിയിൽ ബസ് ഹോസ്റ്റസ് സംവിധാനമുണ്ട്. യാത്രക്കാർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനും സംശയ നിവാരണത്തിനും പരിഹരിക്കുന്നതിനും ഇവർ സഹായിക്കും. ഡ്രൈവർ കം കണ്ടക്ടർ പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. യാത്ര സുഖകരമാക്കുന്നതിന് വിശാലമായ പ്രീമിയം റീക്ലൈനിംഗ് സീറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വിനോദത്തിനായി ഓരോ സീറ്റിലും എന്റർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. ബസ്സിൽ തന്നെ മിനി റെഫ്രിജറേറ്ററും കോഫി മേക്കറും ഉൾപ്പെടുന്ന പാൻട്രി സംവിധാനം, ഓൺബോർഡ് ടോയ്ലറ്റ് സൗകര്യം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. യാത്രയിൽ സൗജന്യ വൈഫൈ, മൊബൈൽ ഫോണുകളും മറ്റും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ചാർജ് ചെയ്യാൻ USB പോർട്ടൽ എന്നിവയുമുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച ഡ്രൈവർ കം കണ്ടക്ടർമാരാണ് ഈ പ്രീമിയം സർവീസുകളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത്. നാഷണൽ ഹൈവേ വഴി കൊല്ലം ആലപ്പുഴ വഴിയാണ് ഈ സർവീസ് കടന്നു പോകുന്നത്. ഒരു വശത്തേക്ക് 671 രൂപയാണ്. ഓണം സ്പെഷ്യൽ ഇളവ്. നിലവിൽ ഓണം സീസണിനോടനുബന്ധിച്ച് KSRTC ടിക്കറ്റ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് നിരക്ക് 505 രൂപയായി കുറച്ചിട്ടുണ്ട്. അതിനിടെ KSRTCയിൽ പ്രോജക്ട് സൂര്യയ്ക്ക് തുടക്കമായി. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രോജക്ട് സൂര്യയിൽ നടപ്പാക്കുന്നത്. ഇതോടൊപ്പം സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും KSRTC നടത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും വലിയ അവസരങ്ങളാണ് ഇതിലൂടെ ഒരുക്കുന്നത് എന്ന് KSRTC അറിയിച്ചു. പ്രത്യേക ആഡ് ഓൺ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ബസ് ബോഡി ബിൽഡിംഗ്, എഞ്ചിൻ ഓവർഹോളിംഗ്, ഇലക്ട്രിക്കൽ വയറിംഗ്, ലൈറ്റിംഗ് സിസ്റ്റം എന്നിവയിൽ വർക്ക്ഷോപ്പുകളിൽ നേരിട്ട് പരിശീലനം ലഭിക്കും. KSRTC നൽകുന്ന സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. എറണാകുളത്ത് 13 കോടി രൂപ ചിലവിൽ പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപയ്ക്കുള്ളിലാണ് BS3, BS4 വിഭാഗങ്ങളിൽപ്പെടുന്ന ബസ്സുകൾ ഡീലക്സ് സൂപ്പർഫാസ്റ്റ് നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കുന്നത്. സൂപ്പർ ക്ലാസ് ശ്രേണിയിലുള്ള 26 ബസ്സുകളും ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർഫാസ്റ്റ് ശ്രേണിയിലുള്ള 52 ബസ്സുകളും ഓർഡിനറി ശ്രേണിയിലുള്ള 22 ബസ്സുകളും ഉൾപ്പെടെയുള്ളവ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. KSRTCയുടെ നോൺ ടിക്കറ്റ് വരുമാനം വർദ്ധിപ്പിക്കാനായി സ്വകാര്യ പങ്കാളിത്തത്തോടെ തുടങ്ങിയ കൊറിയർ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഉപഭോക്താക്കളിൽ നിന്ന് വ്യാപകമായ പരാതി ഉയർന്നതിനെ തുടർന്ന് സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ കമ്പനിക്ക് KSRTC നോട്ടീസ് നൽകി ബുക്കിംഗുകൾ റദ്ദാക്കുകയായിരുന്നു. ഓണക്കാലത്തോടനുബന്ധിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി സർക്കാർ 33.92 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ ഓണം അഡ്വാൻസും 3,000 രൂപ ഉത്സവബത്തയും ലഭിച്ചു. 2019 ശേഷം ആദ്യമായി 42,000-ലധികം വരുന്ന പെൻഷൻകാർക്കും 1,250 രൂപ വീതം ഉത്സവബത്ത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണക്കാലത്തേക്ക് അധിക സർവീസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് KSRTC. യാത്രാ തിരക്ക് പരിഹരിക്കാൻ ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് കൂടുതൽ പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ KSRTC ക്രമീകരിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് മാത്രം കേരളത്തിലേക്ക് KSRTC അധിക സർവീസുകൾ ഓടിക്കുന്നുണ്ട്. അതിനിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളി യാത്രക്കാർക്കായി ബംഗളൂരു, ചെന്നൈ, മൈസൂരു തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് 90-ലധികം പ്രത്യേക സർവീസുകൾ ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 2 വരെ സർവീസ് നടത്തുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോടേക്ക് 8 സർവീസുകൾ, കണ്ണൂരിൽ നിന്ന് 4, എറണാകുളം 4, തൃശൂർ 3, കോട്ടയം 2 എന്നിങ്ങനെയാണ് പ്രത്യേക ബസ്സുകൾ ലഭ്യമാകുന്നത്. കൂടാതെ മലപ്പുറം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിലേക്കും സൂപ്പർ ഡീലക്സ് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ സർവീസ് നടത്തുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സൂപ്പർ ഡീലക്സ് ബസ്സും എറണാകുളത്തേക്ക് മൾട്ടി ആക്സിൽ AC ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. മൈസൂരിൽ നിന്ന് കണ്ണൂർ, തൃശൂർ, എറണാകുളം എന്നിവിടങ്ങളിലേക്കും പ്രത്യേക സർവീസുകളുണ്ട്. പുതിയതായി ഓഗസ്റ്റ് 24 ഉദ്ഘാടനം ചെയ്ത സ്പെഷ്യൽ സർവീസ് പിറവത്തു നിന്ന് വൈകുന്നേരം പുറപ്പെട്ട് ബംഗളൂരുവിലെത്തും. ആലപ്പുഴ ബംഗളൂരു പ്രീമിയം സ്പെഷ്യൽ വോൾവോ യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യപ്രകാരം ചിങ്ങമാസ പൂജകൾക്കും ഓണം പൂജകൾക്കുമായി ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്കായി പമ്പയിലേക്ക് പ്രത്യേക സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 16 മുതൽ 28 വരെയാണ് ഈ സർവീസ്. തിരുവനന്തപുരം, ചെങ്ങന്നൂർ, പത്തനംതിട്ട, കൊട്ടാരക്കര, എരുമേലി, പുനലൂർ തുടങ്ങിയ പ്രധാന ഡിപ്പോകളിൽ നിന്ന് ഭക്തരുടെ തിരക്കനുസരിച്ച് പമ്പയിലേക്ക് സ്പെഷ്യൽ സർവീസുകൾ ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ക്യാമ്പസ് പിക്കപ്പ്. ബംഗളൂരു പോലുള്ള നഗരങ്ങളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കായി കർണാടക ട്രാൻസ്പോർട്ടുമായി സഹകരിച്ച് ക്യാമ്പസുകളിൽ നിന്ന് നേരിട്ട് ബസ് സർവീസുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.